വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. കീമോ ഒക്കെ ചെയ്തെങ്കിലും റിക്കവർ ആയിട്ടില്ല. 6 കീമോ ചെയ്തു, സർജറിയും ചെയ്തതാ. എന്നിട്ടും ഈ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേനും വിശപ്പൊക്കെ ആയി. പിന്നെ വളരെ ആക്റ്റീവാണിപ്പോൾ. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ആണുള്ളത്. ഇവര് ഓൾറെഡി 3 ടൈംസ് മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർക്കുണ്ടായ മാറ്റങ്ങളെ പറ്റിയും മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പ് ഇവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി ഇവരെങ്ങനെയാണ് അറിഞ്ഞതെന്നും ഇവിടെ പേഷ്യന്റ് ഹസ്ബൻഡ് ഉണ്ട്, കൂടാതെ റിലേറ്റീവ് ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. പേര്? നമസ്കാരം. എന്റെ പേര് ദേവധർമ്മൻ. എവിടെ നിന്നാ വരുന്നത്? സൂര്യാപേട്ടയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. പേഷ്യന്റ് ആരാ സാറിന്റെ? അത് എന്റെ അമ്മയാ. പേഷ്യന്റ് പേരെന്താ? ദേവക്കമ്മ. എത്ര വയസ്സുണ്ട്? ഒരു 48-50 ഉണ്ട്. ഓക്കെ. എന്ത് ക്യാൻസർ ആണെന്നാ പറഞ്ഞ? ഓവറിൻ ക്യാൻസർ ആണ്. ഗർഭാശയ ക്യാൻസർ. ട്യൂമർ വന്നിട്ടുണ്ട്. വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു, കീമോ ചെയ്ത് നോക്കി. എന്നിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയില്ല. വീണ്ടും അങ്ങനെ വന്നപ്പോ യൂട്യൂബില് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിൽ നല്ല ചികിത്സയാണെന്നറിഞ്ഞ് അങ്ങനെയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. ഞങ്ങൾ 3 മാസമായിട്ട് ഇവിടെ മരുന്ന് കഴിക്കുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ? ഇത്രയും കാലം അത്ര നോർമലൊന്നും അല്ലായിരുന്നു. വിശപ്പും കുറവായിരുന്നു. ഇപ്പൊ നല്ല വിശപ്പൊക്കെ ഉണ്ട്. അമ്മ ഇപ്പോ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടൊക്കെ ഉണ്ട്. നല്ല മാറ്റമുണ്ട്. ജ്യൂസ് ഒക്കെ കുടിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, ജ്യൂസ് ഒക്കെ കുടിക്കുന്നുണ്ട്. ഇവിടുത്തെ കോഴ്സും ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഓക്കേ. നല്ല weight മാറ്റം കൂടിയിട്ടുണ്ടോ? വെയിറ്റും കൂടിയിട്ടുണ്ട്. ഇപ്പോ ആണോ? ആളിനിപ്പോ നല്ല മാറ്റമുണ്ട്. ശരിക്കും active ടയേർഡായിട്ട് ആള് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോ എന്തായാലും നല്ല മാറ്റമുണ്ട്. ഇപ്പോ നല്ല ആക്റ്റീവ് ആണ്. പണ്ടത്തേക്കാൾ നോർമൽ active സ്റ്റേജിലേക്ക് ആണ്. ആയിട്ടുണ്ട്. ഓക്കേ. അതെ. ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ? ചെയ്തു. കീമോ ചെയ്തു. 6 കീമോ ചെയ്തു. അത് മാത്രമല്ല, പിന്നെ സർജറിയും ചെയ്തായിരുന്നു. റേഡിയേഷൻ, കീമോ എല്ലാം ചെയ്തതാ. എങ്കിലും ചേഞ്ചസ് ഒന്നും ഇല്ലാതെ അതേപോലെ തന്നെയായിരുന്നു എപ്പോഴും. ഓക്കേ. ഇവിടെ വന്ന് പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ നല്ലതാണെന്ന് അറിഞ്ഞു. അവർ പലരും ഇവിടെ വന്ന് ബെറ്ററായി, എല്ലാം റിലീഫായി എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഓക്കേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 മന്ത്സിന് ശേഷം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നോ? അതോ അതെ, അത് അതെ. കണ്ടിന്യൂ അതായത് ചെയ്യണമെന്നാണോ പറഞ്ഞേ? ഒരു 6 മാസത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ആണോ? ഓക്കെ സർ. ആക്ച്വലി പേഷ്യന്റിന് ഒരു ട്യൂമർ ഉണ്ടെന്നല്ലേ പറഞ്ഞത് വയറ്റില്? അപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്? വയറ് വീർത്തിട്ട് വിശപ്പുമില്ല, ആകെ ടയേർഡായിരുന്നു. അവിടെ തന്നെ ഞങ്ങൾ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവർക്ക് സംശയം തോന്നിയിട്ട് അവർ CI-125 ടെസ്റ്റ് ചെയ്ത് ഓക്കേ. നോക്കി. അപ്പോൾ കുറച്ച് സീരിയസ് കണ്ടീഷൻ ആണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ. അതിനുശേഷം ഞങ്ങൾ ഹൈദരാബാദിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നു. അവിടെ ബയോപ്സി ചെയ്തു. അപ്പോൾ അവര് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് ക്യാൻസർ വന്നതാണെന്ന്. സാർ, അപ്പോ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെ ആരെങ്കിലും മനസ്സിലായിരുന്നു? പറഞ്ഞിരുന്നോ? അത് യൂട്യൂബിലാണല്ലേ? യൂട്യൂബിൽ കണ്ടു, പിന്നെ ഓക്കെ. ടിവിയിലൊക്കെ കണ്ടു. ഇവിടെ വന്നിട്ട് എൻക്വയറി ചെയ്തിരുന്നല്ലേ ഇവിടെയുള്ള പേഷ്യൻസിനോട്? ഇല്ല, അങ്ങനെ എൻക്വയറി ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. യൂട്യൂബിൽ കണ്ടറിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ചില അറിയാവുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ സാർ, ഒരുപാട് സന്തോഷം. ഫർദർ സ്റ്റെപ്പ് ഒക്കെ ഫോളോ ചെയ്തോളൂ. ഡോക്ടർ പറഞ്ഞതുപോലെ മെഡിസിൻ ഒക്കെ കഴിച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു വിശ്വാസം വന്നില്ലേ ശരി. പേഷ്യന്റിനുണ്ടായ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട്? ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു റിസൾട്ടോടെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സാർ. ഓക്കെ, താങ്ക് യു. ശരി.